പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അലീന രേവതിക്കുട്ടീനോട് സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേട്ടിരുന്നല്ലോ. എൻ്റെ ചോരയല്ലേ മോളെ, അതുകൊണ്ടാണ് ഞാൻ പോലീസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഒന്നും വിട്ട് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണല്ലോ ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ പല തവണ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. എന്നിട്ട് ആകെ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ പിന്നീട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും കാറിലേക്ക് തന്നെ കയറുകയാണ്. അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടീനല്ല, കൃഷ്ണമോളെയും അലീനേനെയാണ് കാണിക്കുന്നത്. കൃഷ്ണമോള് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, നീ മേല് കഴുകാനാണെന്ന് പറഞ്ഞു പോയിട്ട് തലയും കൂടെ നനച്ചോ? ഇനിയിപ്പോൾ വെള്ളം മാറി തല നനച്ചിട്ടുണ്ടെങ്കിൽ കോൾഡ് വരും കേട്ടോ, കോൾഡൊന്നും ഇങ്ങനെ പിടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് സാരമില്ല, എനിക്ക് നല്ല ചൂടായിരുന്നു, അപ്പോൾ തല കൂടെ ഒന്ന് ഇങ്ങനെ തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തല നനച്ചതെന്ന് കൃഷ്ണമോള് പറയും. എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നീ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നതെന്നിങ്ങനെ അലീന ചോദിക്കുമ്പോൾ കൃഷ്ണമോള് ചേച്ചിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അലീന മസാല ദോശ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ കയ്യിലിരിക്കുന്ന നനഞ്ഞ ടവലൊന്ന് തരുമോ, എൻ്റെ മുഖവും കൈയൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു തണുപ്പ് കിട്ടുമല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ തന്നെ അതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ എനിക്ക് ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്, ചേച്ചീനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ചേച്ചീനെ പോലെ സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് വൈജയന്തി ആണെങ്കിൽ കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്, 2 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ അലീന ചേച്ചിയുടെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, അച്ഛൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ, അപ്പോൾ ഇത്രയും സമയമായിട്ട് നിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചാണെന്ന് പറയുമ്പോൾ അതിന് ഇപ്പോഴല്ല അമ്മ വിളിക്കേണ്ടത്, ഇപ്പോൾ സമയം എത്രയായി എന്ന് അമ്മയ്ക്ക് അറിയോ, 8 മണി, കുറച്ചുകൂടെ നേരത്തെ വിളിക്കണമായിരുന്നു കേട്ടോ, ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയം ഇതല്ലല്ലോ എന്നൊക്കെ ഇങ്ങ് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, നീ ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയും. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് അലീനയോട് പറയാണ്, അമ്മ ഇങ്ങനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അമ്മ വെറുതെ ചൊറിയാൻ വിളിക്കുന്നതാണ് എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് അലീന പറയുന്നുണ്ടായിരുന്നു, സാരമില്ല അമ്മയല്ലേ, ഇങ്ങനെ അവഗണിച്ചതിൻ്റെ ഒരു ദേഷ്യം കാണും എന്ന് പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ഞാൻ പോകുമ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്ക് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോയി കഴിക്കാൻ പേടിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത്, അപ്പോൾ ഓരോരുത്തന്മാരിങ്ങനെ തുറിച്ച് നോക്കൂലേ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ, എന്നെ തുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചും നോക്കി കളയും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്തായാലും ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് അലീനയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ അലീനയോട് ഇപ്പോൾ എങ്ങനെയുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് അലീന പറയുമ്പോൾ, എന്നാൽ പിന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല, നാളെ ഡിസ്ചാർജ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകും കേട്ടോ. അത് കഴിഞ്ഞാണ് ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ അലീനയുടെ അടുത്ത് ആ ചെയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരു വലിയ പരീക്ഷണം കഴിഞ്ഞു അല്ലേ, ഇനിയിപ്പോൾ അടുത്തത് വരാനിരിക്കുകയാണല്ലോ. ബാലചന്ദ്രനാണെങ്കിലും അലീനയോട് ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്കും ഇങ്ങനെ എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കിടക്കുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ പോലീസിന് കൊടുത്ത മൊഴി അവർ എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നീ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയും. പിന്നീട് മാഡം ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നീ അവൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ആളല്ലേന്ന്. അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ച് അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട് പോലെയല്ലേ എന്നിങ്ങനെ പറയൂ കേട്ടോ. അവൾക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനി അവൾക്കത് മനസ്സിലാവുമോ എന്നും എനിക്കറിയില്ല എന്ന് പറയൂ കേട്ടോ. ഞാനും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓരോന്നിങ്ങനെ വെച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. നമ്മുടെ മുന്നിൽ ഇനിയും സമയം കിടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ചോദിക്കുകയാണ്, സാർ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഏയ് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനാണെങ്കിലും ഇങ്ങനെ ഒരു ടെൻഷനോട് കൂടിയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തൊക്കെയോ സംശയം അലീനയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടിയും മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവർ അലീന കിടക്കുന്ന റൂമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി റൂമിലേക്ക് വരികയാണ്. ആദ്യം തന്നെ രേവതിക്കുട്ടിയായിട്ട് വരുന്നത്. അലീന ബുക്ക് എന്തോ വായിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അലീന ചേച്ചീന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. രേവതിക്കുട്ടീനെ കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. രേവതിക്കുട്ടിയാണെങ്കിലും നല്ല സങ്കടത്തിലും ഒക്കെയാണ് കേട്ടോ ഓടി വരുന്നത്. എന്നിട്ട് ഞാൻ ചേച്ചീനോട് അപ്പോഴേ പറഞ്ഞതല്ലേ ആ റൂമിലേക്ക് പോകണ്ട എന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന ഇങ്ങനെ പറയണ്ട എന്നിങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനങ്ങളും റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിൽ അലീനയോട് എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നതിൽ നല്ല വിഷമമുണ്ട്. കാരണം അവിടെ വീട്ടിൽ വന്നപ്പോൾ ഓടിച്ചാടിയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ നടക്കുകയൊക്കെ ചെയ്യാം, എന്നെ ഡോക്ടർ നല്ല റൂമിലൊക്കെ നടത്തിച്ചു എന്ന് പറയും കേട്ടോ. ഇത് 2 ദിവസം കൊണ്ട് റെഡിയാവും എന്നൊക്കെ ഇങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. പിന്നീട് രേവതിക്കുട്ടിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീനയുടെ അടുത്തേക്ക് അങ്ങ് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാമച്ചനങ്കിളിനോട് അലീന അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി മാമച്ചനങ്കിളിനോട് പറയാണ്, അങ്കിൾ ഇന്ന് ഇവിടെ ഒരു റൂം എടുക്കുമോ, ഇന്ന് എനിക്ക് അലീന ചേച്ചിയുടെ കൂടെ നിൽക്കണം, അലീന ചേച്ചിയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് എന്ന് പറയൂ കേട്ടോ. രേവതിക്കുട്ടി അങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നിട്ട്, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നിങ്ങനെ. അപ്പോൾ രേവതിക്കുട്ടി പറയുകയും ചെയ്യാണ്. ഗ്രേസമ്മ മാമച്ചനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാം എന്ന് പറയും. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി ആണെങ്കിലും കരഞ്ഞുകൊണ്ട് അലീനയുടെ തോളിലേക്ക് അങ്ങ് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമച്ചനാണെങ്കിലും ഗ്രേസമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഡേ കരയുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രേവതിക്കുട്ടീനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അലീനയുടെ വയറിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെയാണ് കുത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന അതൊക്കെ ഇങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ രേവതിക്കുട്ടി അവിടെയൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കും. ഇവിടെ എപ്പോഴും ബാൻഡേജ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ കാണാൻ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീനയും തിരിച്ച് കളിയാക്കുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മയും മാമച്ചനും കൂടെ പുറത്തേക്ക് പോവാണ് കേട്ടോ, റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ ബാഗൊക്കെ വണ്ടിയിലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും, ഞങ്ങൾ റൂം എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു വരും, അപ്പോൾ കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ അത് മറന്നു പോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എടുത്തേക്കാം. എന്നിട്ട് മാമച്ചനോട് പറയും ഡിക്കി ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാമച്ചൻ ഡിക്കിയൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് പിന്നീട് ഗ്രേസമ്മേനോട് നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ചേച്ചിക്ക് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരെന്തായാലും പിന്നീട് യാത്ര പറഞ്ഞ് പോവും. രേവതിക്കുട്ടിയാണെങ്കിൽ റൂമിലേക്കും ചെല്ലും കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആരുടെ ഫോണാണ് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ, ഇത് ആൻറ്റിയുടെ ഫോണാണ്, ഇതിപ്പോൾ ഞാനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പർ ഒന്ന് ചേച്ചി തരാമോ എന്ന് പറയും. ഞങ്ങളിവിടെ എത്തിയ കാര്യം സാറിനെ അറിയിക്കേണ്ടേ, ഇന്നിപ്പോൾ ചേച്ചിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാനല്ലേ നിൽക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ സാറിൻ്റെ നമ്പർ ഒന്ന് തായോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നുണ്ട്. പിന്നീടാണ് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇനി എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, നീയല്ലേ ഇപ്പോൾ അവൾക്ക് 2 ദിവസം ബൈസ്റ്റാൻഡറായിട്ട് നിന്നത് എന്ന് പറയും കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു, കൃഷ്ണമോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് വൈജയന്തി പറയാണ്, നിങ്ങളൊക്കെ അവളെ ഈ കുടുംബത്തിലൊരു അംഗമാക്കി വെച്ചിരിക്കുകയാണോ, ഈ വീട്ടിലൊരു വെറും ജോലിക്കാരിയാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ബാലചന്ദ്രൻ അവളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയും അതുപോലെ തന്നെ ഇതൊക്കെ കൊടുക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ളവർ വിചാരിക്കും ബാലചന്ദ്രൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മകളാണ് ഈ അലീന എന്നിങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എൻ്റെ അല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, പക്ഷേ ഇങ്ങനെ കൈതയ്ക്കൽ മാളിയേക്കൽ വീട്ടിലെ കുഞ്ഞിരാമമേനോന് 3 ആൺമക്കളും 1 മോളുമാണുള്ളത്, അവരുടെ ആരുടെ അല്ലാതിരുന്നാൽ മതി എന്നിങ്ങനെ തറപ്പിച്ചങ്ങ് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ. രേവതിക്കുട്ടിയാണ് വിളിക്കുന്നത്. ബാലചന്ദ്രൻ സാർ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതേന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രേവതിക്കുട്ടിയാണ്, അലീന ചേച്ചിയുടെ അനിയത്തിയാണെന്ന് പറയും. രേവതിക്കുട്ടീനെ കാണാനല്ലേ അലീന എറണാകുളത്തിന് വന്നത്, എനിക്കറിയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ പാലായിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ ഹോസ്പിറ്റലുണ്ട്, അലീന ചേച്ചിയുടെ അടുത്താണെന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വന്നതെന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, അവിടുത്തെ അങ്കിളും ആൻറ്റിയാണ് എന്നെ കൊണ്ടുവന്നത്, അവരുടെ കാറിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അവരും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ തിരിച്ചു പോയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇല്ല, അവർ ഇവിടെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഇന്ന് ചേച്ചിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാം, അത് പറയാനാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ എന്നിട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല, സന്തോഷമേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെ കോള് കട്ട് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രനാണെങ്കിലും വൈജയന്തിനോട് പറയാണ്, നീ കണ്ടു പഠിക്ക്, എറണാകുളത്ത് നിന്ന് അവളുടെ അനിയത്തി അവൾ ജോലിക്ക് നിൽക്കുന്ന
വീട്ടിലുള്ള അവരെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അലീനേനെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയൂ കേട്ടോ. ഇതിപ്പോൾ എന്നോട് പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് വൈജ അപ്പോൾ ബാലേന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ഒരു കുട്ടിക്കാണല്ലോ ഇങ്ങനൊരു അപകടം പറ്റിയത്, എന്നിട്ട് നീ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കൂ കേട്ടോ വൈജയന്തിനോട്. അപ്പോൾ വൈജയന്തി പറയുകയാണ് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ അയാൾ പിന്നെ വലിയ മുതലാളിയാണല്ലോ, അയാളുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് കയറി കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാരിക്കൂരി അങ്ങ് കൊടുക്കുന്ന വലിയൊരു മുതലാളി എന്ന് പറഞ്ഞ് അങ്ങ് കളിയാക്കൂട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കൈതയ്ക്കൽ കുഞ്ഞിരാമമേനോനും ഒരു മുതലാളിയായിരുന്നു, അതുപോലെ തന്നെ നിന്റെ ഭർത്താവ് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോനും ഒരു ചെറിയ മുതലാളിയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഈ 2 മുതലാളിമാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, എറണാകുളത്തെ ആ മുതലാളീനെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞതെന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഒരു തരം താഴ്ത്തിയൊരു സംസാരമാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു വൈജയന്തിനോട് അമ്മ ഇത്രയ്ക്കും തറയാവല്ലേ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അതുപോലെ തന്നെ ബാലചന്ദ്രൻ്റെ മുഖത്തും ആ ഒരു ദേഷ്യം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ഗ്രേസമ്മയാണെങ്കിലും അലീനയോട് എറണാകുളത്തിന് പോരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട്, എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വന്ന് ഇങ്ങനെ സന്തോഷത്തോടെ കയറി കിടക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഒരു മാസം ഒന്നല്ല, നിനക്ക് എത്ര വേണമെങ്കിലും അവിടെ നിൽക്കാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ അലീനേനെ എറണാകുളത്തിന് കൊണ്ടുപോകാൻ അവരിങ്ങനെ വിളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞത്. പിന്നീട് രോഹിത്തല്ല ഹരിയാണെങ്കിൽ കമലിനോട് പറയുന്നുണ്ടായിരുന്നു ഞാനല്ല ഇതൊന്നും പ്ലാൻ ചെയ്തത്, എല്ലാം രോഹിത്താണെന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ അവൾക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കാനും എല്ലാം പ്ലാൻ ചെയ്തത് രോഹിത്താണെന്ന് ഇങ്ങനെ കമലിനോട് പറയുന്ന ഹരീനെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രമോല് ഇത്രയൊക്കെയാണ് കാണിച്ചത്.